സിനിമാ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1980 ബേബിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ലവ് ഇൻ സിംഗപ്പൂർ. പടത്തിന്റെ പ്രൊഡ്യൂസർ എം ചന്ദ്രകുമാറാണ്. പ്രേം നസീർ, ജയൻ, ലത, ജോസ് പ്രകാശ്, കവിയൂർ പൊന്നമ്മ, പ്രതാപ് പോത്തൻ, മാറ്റ്ലിൻഡോ മുതലായവരാണ് പ്രധാനപ്പെട്ട അഭിനേതാക്കൾ. സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ശങ്കർ ഗണേഷ് ആണ്. അക്കാലത്തെ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ലവ് ഇൻ സിംഗപ്പൂർ. ഈ ചിത്രം ഇതേ പേരിൽ തെലുങ്കിലേക്ക് ചിരഞ്ജീവിയെ മെയിൻ കഥാപാത്രമാക്കി റീമേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് സിനിമയുടെ ഒരു ചെറിയൊരു കഥാസംഗ്രഹത്തിലേക്ക് നമുക്ക് കടക്കാം. പടം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പോലീസ് കാര്യാലയമാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഫോണിലൊരു മെയിൻ ഉദ്യോഗസ്ഥൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് അതിൻ്റെ ഒരു ചെറിയൊരു സംഗ്രഹം ഇതാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വാള്, അതായത് വലിയപാടം എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു ദേവീ ക്ഷേത്രത്തിലെ വാള് സിംഗപ്പൂരിലേക്ക് കടക്കപ്പെട്ടിട്ടുണ്ട്. രാമചന്ദ്രൻ എന്ന ആളാണ് അതിൻ്റെ പിന്നിലെന്നാണ് അവർ സംശയിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിലേക്ക് സിംഗപ്പൂരിലേക്ക് അയക്കാൻ വേണ്ടി അതായത് പോലീസിലെ തന്നെ ഏറ്റവും നല്ല മിടുക്കനായിട്ടുള്ള ഓഫീസറായിട്ടുള്ള രാമചന്ദ്രൻ എന്ന ഓഫീസറെ നമുക്ക് അയക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ പ്രേമചന്ദ്രനെ വിളിപ്പിക്കുന്നു. അദ്ദേഹം വരുന്നു. പ്രേം നസീറാണ് ആ കഥാപാത്രം ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രേം നസീറിനെ വിളിപ്പിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ പ്രേം നസീർ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്, ഞാൻ ജനിച്ചു വളർന്ന നാടാണ് അത് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി ഈ സിംഗപ്പൂരിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ അവിടെ അമ്മയോട് പറയുകയാണ്. അമ്മ കവിയൂർ പൊന്നമ്മയാണ് അമ്മയുടെ റോള് അഭിനയിച്ചിരിക്കുന്നത്. കവിയൂർ പൊന്നമ്മയോട് പറയുകയാണ്, എനിക്കിങ്ങനെ പുറത്തു പോകാനുള്ള ഒരു മഹാഭാഗ്യം വന്നിരിക്കുകയാണ്, അതിൻ്റെ ഒരു സമയം കിട്ടിയിരിക്കുകയാണ്, അപ്പോൾ എങ്ങനെ പോകണം എന്നുള്ളതാണ് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട്. അപ്പോൾ അമ്മക്ക് നേരെ മുകളിലേക്ക് അച്ഛൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. പ്രതാപ് ചന്ദ്രനാണ് അച്ഛൻ്റെ ഫോട്ടോ. അപ്പോൾ അമ്മ പറയണ മിടുക്കനായിട്ടുള്ള ഒരു ഓഫീസറായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ നീ നല്ല രീതിയിൽ വരണം എന്നൊക്കെ പറയണം. അപ്പോൾ അങ്ങനെ ഓക്കെ, ഇന്ന് പോകണോ, നാളെ പിറന്നാളൊക്കെ അല്ലേ, അപ്പോൾ അതൊക്കെ കൊണ്ട് നാളത്തെയും കൂടി കഴിഞ്ഞിട്ട് പോവാം എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ പ്രേം നസീർ പറയുന്നു, ഇല്ല, എനിക്ക് എന്തായാലും പോകണം, എനിക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഡ്രസ്സും എല്ലാം കാര്യങ്ങളും ഒരുക്കാനൊക്കെ ആയിട്ട് അദ്ദേഹം മുകളിലേക്ക് പോവാണ്. നമ്മുടെ അമ്മ പഴയ കാര്യങ്ങൾ ആലോചിക്കുക. വളരെ സന്തുഷ്ടമായിട്ടുള്ളൊരു കുടുംബം, 2 മക്കള്, അച്ഛൻ, അമ്മ എന്നിവരടങ്ങുന്ന ഒരു നല്ലൊരു സന്തുഷ്ട കുടുംബം. പ്രതാപചന്ദ്രൻ കൃഷ്ണൻ നായർ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ പ്രതാപചന്ദ്രൻ ഒരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക, വളരെ ഒരു ത്രില്ലിൽ വരികയാണ്. അപ്പോൾ ഇങ്ങനെ കവിയൂർ പൊന്നമ്മയ്ക്ക് പേടി കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിലൊന്നും പേടിക്കേണ്ട കാര്യങ്ങളില്ല എന്നൊക്കെ പറയുന്നു. അപ്പം അങ്ങനെ ഈ 2 കുട്ടികളുടെ കാര്യത്തിലേക്ക് കിടക്കണം. അപ്പം അങ്ങനെ നോക്കി നടക്കുന്ന സമയത്ത് ഒരു പേനയെ തൊല്ലിയിട്ട് 2 കുട്ടികൾ, അതായത് ഏട്ടനും അനിയനും തമ്മിൽ ഭയങ്കര തർക്കം നടക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മടി ഇട്ടി ബഹളം ഒക്കെ പറയണം. അപ്പം അതിനിടയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വീണ് കിടക്കുന്നവനെ തല്ലാൻ പറ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡയലോഗുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പേനയെ ചൊല്ലിയിട്ടാണ് തർക്കം. അപ്പോൾ ആ ഒരു തർക്കം കണ്ടിട്ടാണ് അച്ഛൻ കൃഷ്ണൻ നായർ വീണ്ടും പുറത്തുനിന്ന് കയറി വരുന്നത്. അപ്പോൾ അദ്ദേഹം ഭയങ്കര രോഷാകുലനായിട്ട് രണ്ടാമത്തെ കുട്ടിയെ അടിക്കുകയാണ്. സുരേഷ് എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പോൾ അങ്ങനെ ആ കുട്ടിയെ നന്നായിട്ട് അടിക്കുന്നു. അപ്പോൾ ആ കുട്ടി അവിടുന്ന് പിണങ്ങി പോവാണ്, ഇറങ്ങി ഒരൊറ്റ പിണങ്ങി പോവാണ്. അപ്പോൾ ഇതിൽ ഏട്ടനായിട്ടുള്ള പ്രേമചന്ദ്രന് നല്ല വിഷമം വരുന്നുണ്ട്, എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. അപ്പോൾ അങ്ങനെ ഊണ് കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ അവരുടെ ആ ഒരു വിഷമം ആ ഒരു സീനിൽ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തായാലും മോൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അതിനുശേഷം അവരിങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് ഡോറിലൊരു മുട്ട് കേൾക്കുകയാണ്. അപ്പൊ അങ്ങനെ വിചാരിക്കുമ്പോൾ അത് എൻ്റെ മോൻ വന്നു എന്നും പറഞ്ഞിട്ട് ഓടി പ്രതാപചന്ദ്രൻ പോയിട്ട്, അതായത് കൃഷ്ണൻ നായർ പോയിട്ട് ആ ഡോറ് തുറക്കുന്ന സമയത്ത് ഇദ്ദേഹം നേരത്തെ അറസ്റ്റ് ചെയ്ത കുറ്റവാളിയായിരിക്കും. അപ്പൊ ഞാൻ പുറത്തിറങ്ങുമെന്ന് നീ വിചാരിച്ചില്ല അല്ലേടാ എന്നും പറഞ്ഞിട്ട് കഠാര കൊണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കുത്തിയിറക്കുക. അങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത്. അതിങ്ങനെ അവരൊരു ഫ്ലാഷ് ബാക്ക് പോലെ ഒരു 1-2 മിനിറ്റിൽ ആ സംഭവം കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എല്ലാം പുറപ്പെട്ട് പ്രേം നസീർ താഴത്തേക്ക് വരുന്നു. അങ്ങനെ പ്രേം നസീർ സിംഗപ്പൂരിലേക്ക് പോവാണ്. പിന്നെ ആ സമയത്ത് പടത്തിന്റെ പേരെഴുതി കാണിക്കല്, അങ്ങനെ ആ സിംഗപ്പൂരിന്റെ വിഷ്വൽസ്, അതിനൊരു ചെറിയൊരു BGM ഇങ്ങനെയൊക്കെ ആയിട്ട് ആ പടം അതിന്റെ ആ ഒരു ജേർണി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സിംഗപ്പൂരിന്റെ അന്നത്തെ കാലത്തെ ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. താമസിക്കുന്ന ഹോട്ടലിലേക്ക് അദ്ദേഹം എത്തിപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ അടുത്തൊരു സീൻ കാണിക്കുന്നത് എന്താ വെച്ചാല് ജോസ് പ്രകാശിന്റെ ഒരു താവളമാണ് കാണിക്കുന്നത്. അപ്പൊ ഈ ജോസ് പ്രകാശാണ് നേരത്തെ വന്നിട്ടുള്ള ആ ഒരു കുറ്റവാളി. ജോസ് പ്രകാശാണ്
സേതു എന്നാണ് അതിൽ ജോസ് പ്രകാശിന്റെ പേര് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു കൊള്ളത്തലവനാണ് പുള്ളി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ചോദിക്കണേ, രാമചന്ദ്രൻ അവിടെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. രാമചന്ദ്രനിലേക്ക് രാമചന്ദ്രൻ ഇയാളുടെ അസിസ്റ്റന്റ് മാനേജറൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ രാമചന്ദ്രനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം പോലീസ് മേധാവി പറയേണ്ടായിരുന്നത്. രാമചന്ദ്രനെ കാണിക്കുന്നു. രാമചന്ദ്രനെ ആകെ എല്ലാ അവിടുത്തെ ബാക്കിയുള്ളവരൊക്കെ ഇടിച്ച് പരിവാക്കിയ ഒരു രൂപത്തിലാണ് കൊണ്ടുവരുന്നത്. അത് ജോസ് പ്രകാശ് പറഞ്ഞിട്ടാണ്. അതിന്റെ കാരണം എന്താ വെച്ചാൽ, നമ്മളൊരു വാളിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, വലിയ പാടം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വലിയ പാടത്ത് നിന്ന് മോഷണം പോയിട്ടുള്ള ഒരു വാള്. ആ വാളിൽ ഒരുപാട് രത്നങ്ങളൊക്കെ പതിപ്പിച്ചിട്ടുള്ള ഒരു വാളാണ്. അതിൽ നിന്നും ഒരു രത്നം ഇയാള് അതായത് ഇയാള് എടുത്തു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ജോസ് പ്രകാശ് ചോദിക്കുകയാണ്, നീ ആ രത്നം നീ എനിക്ക് തന്നോളൂ, നീ എൻ്റെ വിശ്വസ്തനായിട്ടുള്ള ഒരാളായിരുന്നു, നീ ചോദിക്കുന്ന പണം എന്തും തരാം, പക്ഷെ എനിക്ക് രത്നം അതെനിക്ക് വിലമതിക്കാത്തൊരു സംഭവമാണ്, അത് നീ എനിക്ക് തരണം എന്ന് പറയുന്നു. അപ്പോൾ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഈ രാമേന്ദ്രനെ പെട്ടെന്ന് തന്നെ പിന്നിൽ നിന്ന് ഒരാൾ വന്നിട്ട് അടിക്കുന്നു. താഴ്ത്ത് വീഴുമ്പോൾ ആളുടെ നെഞ്ച് അല്ലെങ്കിൽ കഴുത്ത്, അത് ആ സീൻ കറക്റ്റ് അല്ല കാണിക്കുന്നത്, എങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നത് കഴുത്തിന്റെ ഭാഗമായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ അങ്ങനെ ചവിട്ടി പിടിച്ചിട്ട് പറയാണ്, എന്നെ വഞ്ചിക്കുന്നവർക്ക് ഇതായിരിക്കും ഗതി എന്ന് പറയുന്നു. എന്നിട്ട് മറ്റയാളോട് ബോധം വരുമ്പോൾ വിവരം പറയണം എന്ന് പറഞ്ഞിട്ട് ജോസ് പ്രകാശ് തിരിച്ചു പോകുമ്പോഴത്തേക്കും അവര് താങ്ങി പിടിച്ച് നോക്കുമ്പോൾ അയാൾ മരിച്ചു. അപ്പോൾ അത് ജോസ് പ്രകാശിനോട് പറയുമ്പോൾ ജോസ് പ്രകാശ് ആ രത്നം കിട്ടുന്നതിന് മുമ്പ് തന്നെ അയാൾ മരിച്ചുല്ലോ എന്നുള്ളത് പറയാണ്. ജോസ് പ്രകാശ് പറയേണ്ടത്, രാമചന്ദ്രനെ കാണാൻ എന്തായാലും മറ്റേ പോലീസ് വരാതിരിക്കില്ല. ആ പോലീസിന്റെ ആള്, ഈ രാമചന്ദ്രനൊരു മോളുണ്ട് ലതയാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. സുമതി എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര്. സുമതി. അപ്പൊ അങ്ങനെ പറയണു. ആ ഒരു സീൻ അവിടെ വെച്ചിട്ട് കഴിഞ്ഞു. പിന്നത്തെ സീനിൽ കാണിക്കുന്നത് ഒരു രാജ്യത്തെ ഒരാളാണ്, ഒരു നല്ല കറുത്തിട്ട് നല്ല ഒരു പഴയ കരാട്ടയൊക്കെ കാണിച്ചു പോകുന്ന ഒരു രീതിയിലുള്ള ഒരു ആളാണ്. അപ്പൊ പുള്ളി പ്രേം നസീർ താമസിക്കുന്ന ഹോട്ടലിന്റെ റൂമിലെത്തുന്നു. അവിടെ വെച്ചിട്ട് പ്രേം നസീറും ഇങ്ങേരും തമ്മിലുള്ള നല്ലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. നല്ല ഹാൻഡ് ടു ഹാൻഡ് ഒക്കെയാണ് സംഭവം. നല്ല രസമുണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ വെച്ചിട്ട് നമ്മൾ ചിന്തിക്കണമല്ലോ. അപ്പൊ അന്ന് ആ ഒരു ഫൈറ്റ് ഒക്കെ ചെയ്യണം. അതിൽ പ്രേം നസീർ ഇയാളെ കീഴ്പ്പെടുത്തുകയാണ്. ആരാണ് നിന്നെ അയച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു ഗുളിക പോലത്തെ, ഞാൻ സൈനൈഡ് ആണെന്ന് അനുമാനിക്കുന്നു, കാരണം അത് കഴിച്ചതും പുള്ളി മരിക്കുകയാണ്. അപ്പൊ ശരിയാ, ഓക്കെ, അത് ആള് മരിക്കുന്നു. പിന്നെ ഇയാൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാമചന്ദ്രനെ തേടിയിട്ടാണല്ലോ പ്രേം നസീർ അവിടുന്ന് വന്നിരിക്കുന്നത്. പ്രകാശിനെ തേടിയിട്ടല്ല, രാമചന്ദ്രൻ. അപ്പൊ രാമചന്ദ്രന്റെ വീട്ടിലേക്ക് ഇയാൾ എത്തുന്നു. അപ്പൊ അവിടെ നമ്മുടെ സുമതി, അതായത് ലതയുടെ ക്യാരക്ടർ അവിടെ ഉണ്ട്. നല്ലൊരു പരിഷ്കാരി, ഒരു ലെവലിൽ ഒരു പാട്ടും നൃത്തമൊക്കെയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൾ മൈൻഡൊന്നും ചെല്ല, ഓ എന്തൊരു അഹങ്കാരി, അങ്ങനത്തെ പോലത്തെ ഒരു ഡയലോഗ് പ്രേം നസീർ അവിടെ വെച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ തന്നെ ഇവള് ഇങ്ങനെ ചിരിച്ചിട്ട് തിരിച്ചൊന്ന് ചോദിക്കുന്നു, നീ ഇന്ത്യക്കാരനാണോ അതോ കേരളത്തിലുള്ളവൻ എന്നാണോ? അപ്പൊ എനിക്കും മലയാളം അറിയാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ചമ്മല് പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ അപ്പൊ ചോദിക്കുകയാണ്, എന്താണ് വരവിന്റെ ഉദ്ദേശം? അപ്പൊ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണ്, അച്ഛന്റെ ഗിത്താറിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ പ്രോഗ്രാം ബുക്ക് ചെയ്യാനാണ് എന്ന് പറയുന്നു. അപ്പോ ഇവള് പറയണ, അച്ഛൻ ഓൾറെഡി ഇല്ല, അച്ഛൻ ഇന്ത്യയിലാണ്, ഒരു പരിപാടിയായിട്ട് പോയിരിക്കുന്നത്. ശരി, അപ്പൊ ആരാണ് പരിപാടി ഏൽപ്പിച്ചതെന്ന് അറിയോ? എനിക്കൊന്ന് പോയി കാണാനാണെന്ന് പറയുന്നു. അപ്പൊ ഒരു അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. ശരി, എന്നാൽ ഞാൻ പോയി കാണാമെന്ന് പറയുന്നു. പുള്ളി അങ്ങോട്ട് പോവാണ്. അപ്പൊ വീണ്ടും ഈ അഡ്രസ്സ് കൊടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് അവിടെ എത്തുമ്പോൾ ഇവരും പ്രേം നസീറും തമ്മിലൊരു ആക്ഷനൊക്കെ നടക്കണം. ആക്ഷൻ നടക്കുന്നതിന്റെ ഇടയിൽ നല്ല സീൻസുകളാണ്. ആക്ഷനൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. കാരണം നല്ല ഭംഗിയുണ്ട് തന്നെ, നല്ല രസത്തിലാണ് ആ ഷോട്ടുകളും ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ എടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് പ്രേം നസീർ സ്റ്റക്ക് ആവാണ്. അതായത് എല്ലാവരും കൂടി ഇയാളെ പിടിച്ചിട്ട് വേറെ അമ്പ് ചെയ്യുന്ന ഒരു രീതിയിൽ ഇങ്ങനെ മറ്റേ ആ സാധനം ഉണ്ടല്ലോ, ഒരു ഗണ്ണ് പോലെ അമ്പ് വിടുന്ന സംഭവം. അപ്പൊ ആ ഒരു സാധനം എടുത്തിട്ട് വിടാൻ വേണ്ടി, അത് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ബുള്ളറ്റിന്റെ ശബ്ദം കേൾക്കുന്നു. നേരെ വരുമ്പോൾ അത് നമ്മുടെ ജയനാണ്. ജയന്റെ പേര് സുരേഷ് എന്നുള്ള പേരിലാണ് വരുന്നത്. ഈ ഒരു അമ്പ് വിടുമ്പോഴത്തേക്കും സുരേഷ് അത് കൈകൊണ്ട് പിടിക്കുന്നു. പിന്നെ അവിടെ ഒരു പൊരിഞ്ഞ പോരാട്ടം, ഗംഭീരടി, അമ്മാരടി തന്നെ, തൂക്കിയടി എന്ന് പറയില്ല, അമ്മാരി അടി. ആ അടിയൊക്കെ കഴിഞ്ഞ് പ്രേം നസീറിനെ അവരുടെ നിന്ന് ജയൻ രക്ഷപ്പെടുത്തുന്നു. അപ്പൊ ജയൻ പറയാണ്, അപ്പോൾ പ്രേം നസീർ വന്നിട്ട് പറയാണ്, എന്തായാലും നന്ദിയുണ്ട് കൂട്ടുകാരെന്നൊക്കെ പറയുമ്പോൾ, നന്ദിയൊക്കെ താങ്കൾ കയ്യിൽ വെച്ചു, എന്റെ സർവീസ് കാശ് എടുക്കുക പറഞ്ഞു. സർവീസ് കാശ് അതെന്താന്ന് ചോദിക്കാണ് പ്രേം നസീർ. അപ്പൊ പറയണു, അല്ല ഞാനിപ്പോ നിങ്ങളെ രക്ഷപ്പെടുത്തില്ലേ, അതെന്റെ ഒരു ജോലിയാണ്, അതിന്റെ സർവീസ് കാശ് തന്നോളൂ എന്ന് പറയാണ്. ഓ ആയിക്കോട്ടെ പറയണു. സർവീസ് കാശ് കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ ഹാപ്പി ആയിട്ട് ജയൻ പോകുന്നു. പിന്നെ കാണിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു സംഭവം, മാഡ്ലിൻ എന്ന് പറയുന്നിട്ടുള്ള കഥാപാത്രത്തെ കാണിക്കുകയാണ്. അപ്പൊ പുള്ളി ഒരു അത്യാവശ്യം തക്കിട തരികിടയൊക്കെ ചെയ്തിട്ട് ജീവിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ അവിടുന്ന് ഒരു സംഭവം അടിച്ചു മാറ്റാണ്, ഒരു മാല പുള്ളി അടിച്ചു മാറ്റും. ഇത് ജയൻ കാണുന്നുണ്ടാവും. അങ്ങനെ ഇവള് പിടിക്കപ്പെടും എന്നുള്ള ഒരു അവസരത്തിൽ ഇവളെ ഇവൻ രക്ഷിക്കുകയാണ്. ആ രക്ഷിച്ചിട്ട് പറയും,
നീ എനിക്ക് എൻ്റെ സർവീസ് കാശ് തന്നോളൂ എന്ന് പറയണം. അപ്പൊ സർവീസ് കാശ് എന്താ വെച്ചാൽ ഇത് നമുക്ക് 50-50 എടുക്കാന്ന് പറഞ്ഞു. ഓക്കെ എന്നൊക്കെ അവള് പറയുന്നു. പിന്നെ എന്താ വെച്ചാൽ അവൾ അവിടുന്ന് മുങ്ങാണ്. മുങ്ങിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുമ്പോൾ ജയൻ അവളെ പിന്തുടരുന്നു. അതിന്റെ പുറത്തേക്ക് എത്തുമ്പോഴത്തേക്കും അവളുടെ അടുത്ത് നിന്ന് ആ മാല എടുത്തിട്ട് നേരെ പകുതി പൊട്ടിച്ചിട്ട് അവൾക്ക് കൊടുത്തിട്ടാണ്, ഇതാണ് എന്റെ പകുതി ഞാനും എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ ജയനും മാഡ്ലിനും തമ്മിൽ പ്രണയത്തിലാവുന്നു. അപ്പൊ അവളുടെ കഥകൾ, കുടുംബത്തിന്റെ കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നു. അതേപോലെ തന്നെ ഇപ്പുറത്ത് സുമതി എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ട്. അപ്പൊ സുമതി എന്ന് പറയുന്ന ക്യാരക്ടറും പ്രേം നസീറും തമ്മിൽ അടുപ്പത്തിലാവുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. കുറച്ച് തമാശകളും കുറച്ച് പാട്ടുകളും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പടം മുമ്പോട്ട് പോകണം. അപ്പൊ ആ മുമ്പോട്ട് പോകുന്നതിന്റെ ഇടയിൽ ഒരു ചൈനക്കാരനെ ജോസ് പ്രകാശ് കാണുകയാണ്. അപ്പോൾ വാളിന്റെ വില പറയുന്നു. ചൈനക്കാരൻ പറയുന്നു, ചൈനക്കാരനോട് ജോസ് പ്രകാശ് എനിക്ക് 2 കോടി വേണമെന്ന് പറയുന്നു. അപ്പൊ ചൈനക്കാരൻ വന്ന് അത്രയ്ക്കൊന്നും തരാൻ പറ്റില്ല, ഒരു 1.5 കോടി വരെ തരാന്ന് പറയുന്നു. ശരിയെന്ന് പറയുന്നു. അപ്പോൾ ഇനി എവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഇതേ ദിവസം ഇതേ സമയം ഇതേ പ്ലേസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതായത് അടുത്ത ആഴ്ച അങ്ങനെയാണല്ലോ കണക്കാക്കുന്നത്. അപ്പൊ ശരിയെന്ന് പറഞ്ഞു പോകുന്നു. വാളിനെ പറ്റിയിട്ടാണ് പിന്നെ അതിന്റെ ചുറ്റുവട്ടത്തു കൂടിയാണ് കഥകൾ നടക്കുന്നത്. അപ്പോൾ ഈ സുമതിയെ ജോസ് പ്രകാശ് ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. നീ ഇവന്റെ നീക്കങ്ങൾ, പ്രേമന്റെ നീക്കങ്ങളെല്ലാം നീ നോക്കി പറയണം എന്നുള്ളത് പറഞ്ഞേക്കണം. അപ്പൊ അങ്ങനെ ഒരു സ്ഥലം പറയാണ്. എനിക്ക് തോന്നുന്നു എന്തൊരു ഹെവൻലി അങ്ങനെ എന്തോ ഒരു പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടേക്ക് ഇവനെ കൊണ്ട് വരാൻ പറയാണ്. അപ്പൊ അവിടേക്ക് വരുന്നു. അപ്പൊ അവിടുത്തെ ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നു. അപ്പൊ അവിടെ ഒരു കരാട്ടെ പോലെയുള്ള ഒരു സംഭവങ്ങളുണ്ട്. അപ്പൊ ആ കരാട്ടെ പോലെയുള്ള ആ കരാട്ടയില് ഈ ഒരു ഗുണ്ടയുണ്ട്. അത് ഈ ജോസ് പ്രകാശിന്റെ തന്നെ ഒരു ഗുണ്ടയാണ്. ആള് നല്ല കരാട്ടയൊക്കെ മാഷൊക്കെയാണ്. അപ്പൊ പുള്ളി അവിടെ വന്നിട്ട് പുള്ളിയും പ്രേം നസീറും നമ്മൾ അടിയാവുന്നു. പിന്നെ അതിൽ നിന്ന് ഒരു കാര്യം പ്രേം നസീർ മനസ്സിലാക്കുന്നത് തന്നെ അപായപ്പെടുത്താനാണ്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഈ പെണ്ണ് അവിടെ ഇല്ല, സുമതി അവിടെ ഇല്ല, സുമതി മുങ്ങി. അപ്പൊ പ്രേം നസീറിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ വീണ്ടും ഫൈറ്റുകൾ നടക്കുമ്പോൾ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ പ്രേം നസീറിന് ഒറ്റയ്ക്കൊന്നും ചെയ്തു പറ്റാത്ത സാഹചര്യത്തിൽ അവിടെ വീണ്ടും ജയൻ വരുന്നു. ആക്ഷൻ, ജയൻ രക്ഷപ്പെടുത്തുന്നു, സർവീസ് കാശിന്റെ കാര്യം പറയുന്നു. അപ്പൊ അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് പ്രേം നസീർ അവിടെ വന്നിട്ട് സുമതിനെ ഒരു തല്ലെന്ന് വന്നിട്ട് പറയുന്നു, നീ എന്നെ വഞ്ചിക്കായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പൊ അങ്ങനെയല്ല, അപ്പൊ എന്റെ അച്ഛനെ അവർ തടങ്കലിലാക്കി വെച്ചിരിക്കുകയാണ്, അല്ലാണ്ട് എനിക്ക് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എന്റെ അച്ഛനെ അവർ കൊന്നുകളയും എന്നൊക്കെ പറയുന്നു. അപ്പൊ കറക്റ്റായിട്ട് പ്രേം നസീർ അവളോട് പറയാണ്, ഞാൻ ഇന്ന പോലെ പോലീസുകാരനാണ്, ഇന്ന കേസ് അന്വേഷണത്തിനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്, നിന്റെ അച്ഛനെ അവര് ഓൾറെഡി കൊന്നു കഴിഞ്ഞു, നിന്നെ അവർ വഞ്ചിക്കുകയാണ് എന്നൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെ ഇവൾക്കൊരു ഷോക്ക് പോലെയാവുന്നു. സാരില്ല. അപ്പൊ ഇവര് തമ്മിൽ വീണ്ടും പ്രണയത്തിലാവുകയാണ്. പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് വീണ്ടും ആ നേരത്തെ ജോസ് പ്രകാശ് പറഞ്ഞ പോലത്തെ ഒരു സമയം വരികയാണ്, അതായത് അടുത്ത ആഴ്ച. അപ്പൊ അതിനിടയിൽ വേറൊരു ആള് ബ്രോക്കർ ഇതിലും കൂടുതൽ ഒരു വില പറഞ്ഞിട്ടുണ്ട്. അത് കുറെ ഇവര് ആൾമാറാട്ടം നടത്തിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരാളും ഉണ്ട്. അപ്പൊ ഇതിൽ കൂടുതൽ വില കിട്ടുമെന്ന് മനസ്സിലാക്കിയ ജോസ് പ്രകാശ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് തൽക്കാലം ചൈനക്കാരന് കൊടുക്കണ്ടെന്ന് വെക്കണം. അപ്പൊ ചൈനക്കാരന് കൊടുക്കാൻ നോക്കുമ്പോൾ അയാളുടെ ഒപ്പമുള്ള ഒരാൾ പറയുന്നുണ്ട്, അവൻ ഭയങ്കരനാണ്, ഡേഞ്ചറാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞു. ശരി, അവൻ എന്തായാലും വരട്ടെ, ഞാൻ ആരാന്നുള്ളത് അവനും അറിയില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു മട്ടില് ജോസ് പ്രകാശും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ദിവസം വരികയാണ്. അപ്പൊ ചൈനക്കാരൻ പൈസയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജോസ് പ്രകാശിന്റെ അയച്ച ഗുണ്ടകള് അവിടെ അയാളെ വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ഇയാളെ ഈ ചൈനക്കാരനെ പിടിച്ച് കെട്ടിയിടാൻ നോക്കുമ്പോഴത്തേക്കും ജയൻ ഇത് കാണുമ്പോൾ വീണ്ടും ഒരു പൊരിഞ്ഞ ഫൈറ്റ്, ചൈനക്കാരനെ രക്ഷിക്കുന്നു. അപ്പോൾ ചൈനക്കാരൻ്റെ അടുത്തും ഇതേപോലെ പറയുന്നുണ്ട്, നീ എനിക്ക് എൻ്റെ സർവീസ് കാശ് തരണം എന്ന് പറയുന്നത്. അപ്പൊ ചൈനക്കാരൻ ഇത് പറയണം, ആ ഇയാൾക്ക് മാത്രമേ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്നുള്ളൂ എന്നുള്ളത് അറിയുള്ളൂ, ആർക്ക്? ജോസ് പ്രകാശിന്. അപ്പോൾ എന്തായാലും എന്നെ ചതിച്ചത് അയാളെന്ന്, നീ എന്നെ ആ വാളെടുക്കാൻ സഹായിച്ചു കഴിഞ്ഞാൽ സർവീസ് കാശ് മാത്രമല്ല അതിൽ കൂടുതൽ എമൗണ്ടും ഞാൻ നിനക്ക് തരും എന്ന് പറയുന്നു. എഗ്രി ആണോ ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എഗ്രി എന്ന് പറയും. അപ്പൊ അതിനിടയിൽ വേറെയും കാര്യങ്ങൾ കാണിക്കണ്ട. ഈ വാളിൽ ഇയാൾ ജോസ് പ്രകാശ് എന്തോ ഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നിട്ട് എന്ത് സംസാരിച്ചാലൊക്കെ കേൾക്കും വാളിന്റെ അടുത്ത്. അപ്പൊ അങ്ങനെ 2 ജോസ് പ്രകാശിന്റെ സേവകര് അവിടെ നിന്നിട്ട് സംസാരിക്കണം, ഈ വാള് നമുക്ക് അടിച്ചു മാറ്റി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര പൈസ കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇപ്പുറത്തുള്ള ആള് പറയുന്നത്, നീ ഒന്നും മിണ്ടാണ്ടിട്ട് നടന്നിട്ട് വേണം തല പോകാന്ന് പറയണം. ഇത് കേട്ടിട്ട് ജോസ് പ്രകാശ് എന്നിട്ട് ഈ അടിച്ചു മാറ്റണം എന്ന് പറഞ്ഞ ആളെ വെടിവെച്ച് കൊന്നിട്ട് പോവാണ്. വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുന്നു. ജോസ് പ്രകാശിന്റെ കയ്യിൽ നിന്ന് ഈ വാള് ജയൻ അടിച്ചു മാറ്റി ചൈനക്കാരന് കൊടുക്കുകയാണ്. അപ്പൊ ചൈനക്കാരൻ കൊടുത്ത കാശ് കൂടുതലും ഇങ്ങോട്ട് കിട്ടും. അപ്പോഴത്തേക്കും പ്രേം നസീറും പോലീസ് മേധാവികളൊക്കെ തമ്മിൽ സംസാരിക്കണ്ടാവും, ഈ വാള് നമുക്ക് തിരിച്ചെത്തിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കണ്ടാവും. വേറെ വേഷം മറ്റേ എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ വേറൊരാളും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, എനിക്ക് അയാളുടെ പേര് കിട്ടുന്നില്ല, അതാണ് കേട്ടോ. അതായത് ഒരു
കള്ളക്കടത്തുകാരൻ തന്നെ. അപ്പൊ അയാൾ കൂടുതൽ വിലയൊക്കെ തരാന്ന് പറഞ്ഞിട്ടുള്ള ആളല്ലേ. അപ്പോൾ ആ പുള്ളിയുടെ ശബ്ദത്തിലൊക്കെ സംസാരിച്ച് ആ ഡീലൊക്കെ പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. അതിനിടയിൽ ജോസ് പ്രകാശിന് മനസ്സിലാവുകയാണ് സുരേഷിന്റെ ആവശ്യം പണമാണ്. അപ്പൊ നമ്മൾ അതിൽ കൂടുതൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ തരുന്നു മനസ്സിലാക്കുകയാണ്. അപ്പൊ അങ്ങനെ ജോസ് പ്രകാശ് ഇയാളെ കാണാൻ വേണ്ടി വരികയാണ്. ഈ സുരേഷിനെ കാണാൻ വേണ്ടി വരുമ്പോൾ ജോസ് പ്രകാശ് പറയാണ്, നിനക്ക് ഞാൻ എത്ര വേണമെങ്കിലും പൈസ തരാം, പക്ഷെ എനിക്ക് ആ വാളെടുത്ത് തരണം എന്ന് പറയണം. അപ്പോൾ ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ പൈസ എത്രയാണോ അഡ്വാൻസ് ആണ്? അത് വേണ്ട, ഞാൻ ജോലി കഴിഞ്ഞിട്ട് പൈസ എന്നാൽ മതി പറയണം. അപ്പോൾ മാഡ്ലിൻ പറയുന്നുണ്ട്, നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് എന്നൊക്കെ ഉള്ള ഒരു ചോദ്യമുണ്ട്. അല്ല, അപ്പോൾ ഇതെനിക്ക് വേണം, എൻ്റെ നാട്ടിലെ ക്ഷേത്രത്തിലെ വാളാണ്, ഇത് അങ്ങോട്ട് എത്തിക്കേണ്ടത് എൻ്റെയും കൂടി ഒരു ആവശ്യമാണ്, എൻ്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറയണു. ഇതിനിടയിൽ ഒരു പാട്ടൊക്കെ ഉണ്ട്, നമ്മുടെ ഫേമസ് ആയ ചാം ചക്ക ചൂം ചക്ക എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഈ സിനിമയിലാണ്. പ്രേം നസീർ ഈ ചൈനക്കാരൻ്റെ അടുത്ത് മറ്റേയാളുടെ ഇതും പറഞ്ഞ് പേരും പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് ഡീൽ ചെയ്യണതിൻ്റെ ഇടയിൽ ജയൻ ഇത് മോഷ്ടിച്ചിട്ട് അയാൾക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ നാട്ടിലേക്ക്, അതായത് ചൈനക്കാരൻ്റെ നിന്ന് നഷ്ടപ്പെടുന്നു. അപ്പൊ സുരേഷിന്റെ കയ്യിൽ തന്നെ, അപ്പൊ ജയന്റെ കയ്യിലാണ് ഈ വാളിരിക്കുന്നത്. അപ്പൊ ജയൻ ഇത് ജോസ് പ്രകാശ് വിളിക്കുകയാണ്. അപ്പൊ ജയൻ ഇവിടെ വെച്ചിട്ട് ജയൻ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ വാളിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിൽ കൂടെ ജോസ് പ്രകാശ് കേൾക്കണം. അപ്പൊ ജോസ് പ്രകാശിന് മനസ്സിലായി ഇവൻ നമ്മളെ ചതിക്കുകയാണെന്നുള്ള മനസ്സിലാണ്. അപ്പൊ അങ്ങനെ ജോസ് പ്രകാശ് ഇവനെയും കൊണ്ട്, അതായത് ഇവനെ കാണാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിൽക്കുന്നു. അപ്പൊ അവിടെ സുരേഷ് അവിടെ വരുന്നു. അപ്പൊ അങ്ങനെ ചോദിക്കുന്നു. അപ്പൊ അങ്ങനെ എന്തായാലും ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നു. അപ്പൊ ജോസ് പ്രകാശ് ചിരിച്ചിട്ട് ഞാനെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു അർത്ഥത്തിൽ ചിരിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെ ഇത് കഴിഞ്ഞു. അപ്പൊ ജോസ് പ്രകാശ് ഇവന്റെ കാമുകി മാഡ്ലിനെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ സുരേഷിനോട് പറയാണ്, നീ എനിക്ക് വാള് തരികയാണെങ്കിൽ മാത്രമാണ് ഇവളെ കിട്ടുള്ളൂ എന്നുള്ള ഒരു രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനിടയിൽ വാൾ അവിടുന്ന് എന്താ പറയാ മോഷണം പോയിട്ടുണ്ട്. അതായത് ഇവൻ ജോസ് പ്രകാശ് അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ സുരേഷിന്റെ കയ്യിൽ നിന്ന് ഈ സംഭവം നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ പ്രേമാണ് ഇതെടുത്തിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് പ്രേമിന്റെ കാമുകിയായിട്ടുള്ള, അതായത് സുധ എന്ന് പറയുന്ന നമ്മുടെ ലത ഉണ്ടല്ലോ, ലതയുടെ ക്യാരക്ടർ സുധേനെ എന്താ പറയുക ഒരു അജ്ഞാത സ്ഥലത്ത് കെട്ടിവെച്ചിരിക്കുകയാണ്. അപ്പൊ അവിടേക്ക് പ്രേമം വരുന്നു. പിന്നെ അവിടെ വെച്ചിട്ടൊരു ആക്ഷൻ ഉണ്ട്, പ്രേം നസീറും ജയനും തമ്മിലുള്ള നല്ലൊരു ആക്ഷൻ ഉണ്ട്. ആ ആക്ഷനിൽ ഇവർക്ക് മനസ്സിലാവുകയാണ്, അതായത് ഇവര് ഒരാൾ വീഴുമ്പോൾ പറയും അച്ഛൻ പറഞ്ഞിട്ടുണ്ട് വീണ് കിടക്കുന്നവരെ അടിക്കരുത് എന്ന്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേ സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് മനസ്സിലാവാണ് ഇത് ഏട്ടനും അനിയനും തന്നെയാണ്. അപ്പൊ മുമ്പ് എൻ്റെ അനിയൻ തന്നെയാണ് ജയനെന്നും എൻ്റെ ഏട്ടനാണ് പ്രേം നസീർ എന്നും ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവണം. അങ്ങനെ ഈ സുധയോട് പ്രേം നസീർ കാര്യങ്ങളൊക്കെ പറയുന്നു. ജയൻ ഭയങ്കര നിരാശയിലാണ്. അപ്പൊ അതിനിടയിൽ പ്രേം നസീർ അമ്മേനെ വിളിക്കുന്നു, സുരേഷിനെ നമുക്ക് തിരിച്ചു കിട്ടി എന്ന് പറയുന്നു. അപ്പോൾ ജയന് ഫോൺ കൊടുക്കുമ്പോൾ അങ്ങോട്ടൊന്നും അധികം സംസാരിക്കാൻ പറ്റുന്നില്ല. ആകെ ഒരു സെന്റിമെന്റ്സും ഒരു വിഷമമൊക്കെ പാടെ ആയിട്ട് നമുക്ക് അങ്ങനെ ഇതൊരു സംസാരിക്കാനൊന്നും പറ്റില്ല. അപ്പൊ ജയനും ഒരു വിഷമം പോലെ ഒരവസ്ഥ. എന്നിട്ട് ശരി പിന്നെ വരാമെന്നൊക്കെ പറയുന്നു. അപ്പോൾ പ്രേം നസീറിനോട് പറയണം, നമുക്ക് എത്രയും പെട്ടെന്ന് സേതുവിന്റെ അടുത്തുനിന്ന് ആ വാള് കൈക്കലാക്കണം, ഇല്ലെങ്കിൽ അത് പരിപാടി നടക്കില്ല, അത് മറ്റേ ആൾക്ക് കൊടുത്തിട്ട് നമുക്ക് കിട്ടാത്ത രീതിയിൽ പോകുമെന്ന് പറയുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ പോകാം എന്ന് പറയുന്നു. എൻ്റെ മാഡ്ലിന് എന്തെങ്കിലും സംഭവിക്കും എന്നൊക്കെ ഒരു ഭയത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത് ശരി പെട്ടെന്ന് പോകാന്ന് പറയുന്നു. നേരെ ജോസ് പ്രകാശിന്റെ താവളത്തിലേക്ക് എത്തുന്നു. അവിടേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു പാട്ടൊക്കെ ഉണ്ട്. ആ പാട്ടില് പക്ഷെ ജോസ് പ്രകാശ് ഇവർ ഇന്ന ആൾക്കാരാന്നൊക്കെ മനസ്സിലായിരുന്നു. അപ്പൊ അങ്ങനെ മാഡ്ലിനെ ഇവർ ജോസ് പ്രകാശ് കൊല്ലുന്നുണ്ട്. അപ്പോൾ കൊന്നിട്ട് ജയന്റെ ഉമ്മറത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ തന്നെ പെട്ടെന്ന് ഇവന്റെ ഒരു അരിശം ജയനും ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്കൊക്കെ വന്നു. ശരി പെർഫെക്റ്റ് അഭിനയമാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെയും ഒരു എന്താ പറയുക ഒരു ആക്ഷനിലേക്കൊക്കെ പെടുമ്പോഴത്തേക്ക് ഇവരെ പിടിച്ചിട്ട് ഈ സിംഹത്തിനൊരു കൂട്ടിലടച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ പ്രേം നസീറിനെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ട്. ഇപ്പുറത്തെ ഒരു ഇങ്ങനെ റൗണ്ട് ചെയ്യാനുള്ളത്. അപ്പൊ ജയൻ പെട്ടെന്ന് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജയൻ പെട്ടെന്ന് അങ്ങോട്ട് ഓടും. മറ്റേ ഇങ്ങനെ തിരിക്കുന്ന സാധനത്തിലൊന്ന് തിരിക്കുമ്പോൾ പ്രേം നസീർ ഇങ്ങനെ മുകളിലേക്ക് പോകും. അപ്പൊ സിംഹം താഴെ തന്നെ. എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് കുറച്ചു നേരം ആക്ഷൻ ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കണം. അതിന്റെ തൊട്ടപ്പുറത്തെ സീനിൽ ജയൻ ഒരു അപകടത്തിൽ പെട്ട് നിൽക്കുന്ന സമയത്ത് പ്രേം നസീർ ഇങ്ങനെ ഊഞ്ഞാലാടുന്ന പോലെ ആടി അതിന്റെ അപ്പുറത്തേക്ക് ചാടും. ഇത് ഈ ഊഞ്ഞാലായിട്ട് തന്നെ. ഈ പ്രേം നസീർ അവിടുന്ന് കെട്ടഴിക്കും. പിന്നെ ഒരു പൊരിഞ്ഞ അടി പിന്നെ അവിടുന്ന് ജോസ് പ്രകാശ് രക്ഷപ്പെടുകയാണ്. ജോസ് പ്രകാശും വേറൊരു കൂട്ടാളിയും കൂട്ടിയിട്ട് രക്ഷപ്പെടുന്നു. ബോട്ടില് അവർ തമ്മിലുള്ളൊരു യാത്രയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ചേസിങ്. അവസാനം പിടിക്കണം. അപ്പൊ ഈ വാൾ ഉപയോഗിച്ചിട്ട് ജയൻ ഇങ്ങനെ ഇവനെ കുത്തിക്കൊല്ലാൻ പോണ സമയത്ത് പ്രേം നസീർ പറയണം, പാടില്ല അനിയ, ഇവന് നമ്മുടെ നാട്ടിലൊരു തൂക്കുകയറുണ്ട് എന്ന് പറയാണ്. അങ്ങനെ പിന്നെ ഇവര് നാട്ടിലേക്ക് എത്തുന്നു. മാഡ്ലിൻ കൊല്ലപ്പെട്ടു. അപ്പൊ ഏട്ടനും അനിയനും ഏടത്തിയമ്മയും ഒക്കെ അമ്മയുടെ അടുത്തേക്ക് എത്തുന്നു. അതോടുകൂടി പടം അവസാനിക്കുകയാണ്. നല്ലൊരു ഹാപ്പി എൻഡിങ് ആയിട്ട് തന്നെയാണ് പടം അവസാനിക്കുന്നത്.
ഇതിലെടുത്ത് പറയത്തക്ക സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല രസമുണ്ടായിരുന്നു, കേട്ടിരിക്കാൻ നല്ലൊരു ഇമ്പമുള്ള ഒരു സ്കോർ. എന്തൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇങ്ങനെ ആ ഒരു പഴയ ഒരു സിംഗപ്പൂരിൻ്റെതായിട്ടുള്ള ചില ട്യൂണുകളൊക്കെയാണ് ആ പടത്തിൽ തോന്നുന്നത്. അതൊക്കെ നല്ല രസത്തിൽ എടുത്തിട്ടുണ്ട്, നല്ല രസം, നമുക്ക് കേൾക്കാനും നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായം ഈ പടത്തിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല കിടിലം മൂവി അങ്ങനെ തന്നെ പറയണം. എന്താ പറയുക, നമ്മളെ ഒരു ഇവർ പ്രേം നസീർ നല്ലൊരു പക്വതയായിട്ടുള്ള റോൾ പോകുമ്പോൾ നല്ലൊരു അന്നത്തെ സമയത്ത് ഒരു യൂത്ത് സ്റ്റാർ പോലെയാണ് ജയന്റെ പെർഫോമൻസ് ഒക്കെ. അമ്മാര് എന്താന്ന് പറയുക, ഞാൻ വളരെ കുറച്ച് സീൻസുകളാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ അതിലൊക്കെ വേറെ ഉണ്ട് കേട്ടോ, ഒരുപാട് സംഭവങ്ങളൊക്കെ സിനിമയിൽ വേറെ ഉണ്ട്. നമ്മൾ ഈ ഒരു ചെറിയൊരു സമയത്ത് നമ്മൾ അതിന്റെ കഥാസംഗ്രഹം പറയാന്ന് മാത്രമല്ലേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്നെ വെച്ചാൽ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അത്രയും നല്ല, ഒന്നും പറയാനില്ല, അടിപൊളി പടം. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയായിരുന്നു ലവ് ഇൻ സിംഗപ്പൂർ. നിങ്ങൾ വന്ന് കണ്ടു നോക്കുക. യൂട്യൂബിൽ നല്ല പ്രിന്റുകൾ അവൈലബിൾ ആണ്, അതേപോലെ പ്രൈമിലും ഈ സിനിമ അവൈലബിൾ ആണ്. നിങ്ങൾ പടം കണ്ടിട്ട് എന്തായാലും അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ഒക്കെ ഒന്ന് ചെയ്യാൻ മറക്കരുത്. ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.